ഇന്ന് നമ്മൾ പറയുന്നത് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയെ കുറിച്ചാണ്. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ച അരങ്ങേറുന്ന ഈ ജലമാമാങ്കം കാണാൻ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും 2 ലക്ഷത്തോളം പേർ എത്തിച്ചേരാറുണ്ട്. കേരളത്തിന്റെ ആവേശവും അഭിമാനവുമായ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചരിത്ര കഥ 1952 ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ തിരുക്കൊച്ചി സന്ദർശനത്തോടുകൂടി തുടങ്ങുകയാണ്. നെഹ്റുവിനോടൊപ്പം അന്ന് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും എത്തിയിരുന്നു. കോട്ടയത്താണ് അവർ എത്തിയത്. കോട്ടയത്ത് നിന്നും ബോട്ടിലാണ് സംഘാടകർ നെഹ്റുവിനെ ആലപ്പുഴയിൽ എത്തിച്ചത്. ആലപ്പുഴയിലെത്തിയ അദ്ദേഹത്തെ 63 ഔദ്യോഗിക വെടിമുഴക്കങ്ങളോട് കൂടിയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. കാരണം അദ്ദേഹത്തിന് അന്ന് 63 വയസ്സായിരുന്നു. ഇതായിരുന്നു ആലപ്പുഴയിലെ ജലമാമാങ്കത്തിന്റെ തുടക്കം എന്ന് പറയാം. 9 ട്രാക്കുകളിലായി 9 ചുണ്ടൻ വള്ളങ്ങളാണ് അന്ന് മത്സരിച്ചത്. മത്സരത്തിന്റെ ആവേശത്തിൽ നെഹ്റു ഒരു കൊച്ചുകുട്ടിയെ പോലെ തുള്ളിച്ചാടി. കാവാലം, ഗോപാലകൃഷ്ണൻ, ചമ്പക്കുളം, നടുഭാഗം, നെൽസൺ, നെപ്പോളിയൻ, പാർത്ഥസാരഥി, ഗിയർ റോഡ്, നേതാജി എന്നീ വള്ളങ്ങളാണ് അന്ന് മത്സരിച്ചിരുന്നത്. നടുഭാഗമായിരുന്നു അന്നത്തെ ജേതാവ്. ഇതിനെ തുടർന്ന് ഒരു രസകരമായ സംഭവമാണ് അവിടെ അരങ്ങേറിയത്. വിജയിയായ നടുഭാഗം ചുണ്ടന് ട്രോഫി കൈമാറിയ ശേഷം ആവേശം കൊണ്ട് നടുഭാഗം ചുണ്ടനിലേക്ക് നെഹ്റു ചാടിക്കയറി. തുടർന്ന് മറ്റു വള്ളങ്ങളുടെ അകമ്പടിയോടെ നെഹ്റുവിനെ ആലപ്പുഴയിലെ ബോട്ട് ജെട്ടിയിൽ തുഴച്ചിൽക്കാർ എത്തിക്കുകയായിരുന്നു. ഈ ആഘോഷമെല്ലാം കഴിഞ്ഞ് ഡൽഹിക്കു തിരിച്ച പ്രധാനമന്ത്രി നെഹ്റു തടിയിൽ തീർത്ത പീഠത്തിൽ ഉറപ്പിച്ച വെള്ളി കൊണ്ട് ഉണ്ടാക്കിയ ഒരു വള്ളത്തിന്റെ രൂപം ട്രോഫിയായി ആലപ്പുഴയ്ക്ക് അയച്ചു കൊടുത്തു. അതിൽ നെഹ്റു തന്റെ കയ്യൊപ്പോടുകൂടെ ഇങ്ങനെ എഴുതിയിരുന്നു: ടു ദ വിന്നേഴ്സ് ഓഫ് ദ ബോട്ട് റേസ് which is a unique feature of community life in Travancore, Cochin. ഇതിനുശേഷം തുടർന്നുള്ള വർഷങ്ങളിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന പേരിൽ ഈ ജലമാമാങ്കം നടത്തുവാൻ തുടങ്ങി. തുടർന്ന് നെഹ്റുവിന്റെ മരണശേഷം അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി നെഹ്റു ട്രോഫി ബോട്ട് റേസ് എന്ന പേരിൽ ഈ ജലമാമാങ്കം അറിയപ്പെടാൻ തുടങ്ങി. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണ് ഇവിടെ പ്രധാനം എങ്കിലും ഓടി, വെപ്പ്, ചുരുളൻ എന്നീ വിഭാഗങ്ങളിലായി ഒട്ടേറെ വള്ളങ്ങളും മത്സരത്തിന് ഇറങ്ങുന്നു. ഓരോ വിഭാഗത്തിലെയും ജേതാക്കൾക്ക് പ്രത്യേക സമ്മാനമാണ് നൽകുന്നത്. 2024 വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ 70ാമത് ബോട്ട് റേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. 73 ബോട്ടുകളാണ് 2024 നെഹ്റു ട്രോഫി ബോട്ട് റേസിനായി രജിസ്റ്റർ ചെയ്തിരുന്നത്. ഈ ബോട്ടുകളെല്ലാം താൽക്കാലികമായി അവരുടെ തുഴച്ചിൽ പരിശീലനം നിർത്തിവെച്ചിരിക്കുകയാണ്. പവലിയനൊക്കെ 14 ലക്ഷം രൂപ മുടക്കി തയ്യാറാക്കിയിരുന്നു. ചെയർ മാത്രം ക്രമീകരിച്ചാൽ മതിയായിരുന്നു. ബോട്ട് റേസിന് 8 ദിവസം മാത്രം ബാക്കിയിരിക്കെയാണ് ഇത് മാറ്റിവെച്ചത്. തുടർന്ന് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്